എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 19-ാം തീയതി ബുധനാഴ്ചയാണ്. മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച രാവിലെ പാർട്ട് 2 ലാംഗ്വേജസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ്. പാർട്ട് 2 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളം ഉണ്ടാവും, അതുപോലെ തന്നെ ഹിന്ദി ഉണ്ടാവും, ചില വിദ്യാർത്ഥികൾക്ക് സംസ്കൃതമായിരിക്കും, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ജർമ്മനൊക്കെ ആയിരിക്കും. ഈ ഒരു രീതിയിൽ വിവിധ സെക്കൻഡ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് അതനുസരിച്ച് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി +1 വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഇന്ന് പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ളത് ഈ ഒരു 20-ാം തീയതിയാണ്. ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞാൽ +1 പിന്നീട് 20-ാം തീയതിയാണ് പരീക്ഷ ഉള്ളത്. 20-ാം തീയതി എന്ന് പറയുമ്പോൾ അത് വ്യാഴാഴ്ചയാണ് വരിക. അപ്പോൾ അന്ന് ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് മാർച്ച് 20-ാം തീയതിയുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ +1 വിദ്യാർത്ഥികൾക്ക് ഇന്ന് പരീക്ഷയുണ്ട്. ഇന്നത്തെ പരീക്ഷ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അതുപോലെ അക്കൗണ്ടൻസി എന്നിവയാണ് ഇന്നത്തെ പരീക്ഷയായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ നോക്കി എപ്പോഴാണ് ഏതൊക്കെ സബ്ജക്റ്റാണ് പരീക്ഷ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയില്ല. അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഡബിൾ പാസ് മാർക്ക് +2 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജയിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡബിൾ പാസ് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും വേണ്ട മാർക്ക് എത്രയാണോ അതിൻ്റെ ഡബിൾ മാർക്കാണ്. അതായത് അങ്ങനെ പറയുന്ന സമയത്ത് അതായത് 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാനായിട്ടൊന്നുകിൽ 18 മാർക്ക് വെച്ച് വാങ്ങിക്കാം, അതല്ലെങ്കിൽ 18 മാർക്ക് വെച്ച് ഓരോ വർഷം വെച്ച് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 24 മാർക്ക് വെച്ച് ഓരോ വർഷം വാങ്ങിക്കാം. ഇത് കൂടാതെ നിങ്ങൾ +1 അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ ഒരു 18 മാർക്കിൻ്റെ ഡബിൾ ആയിട്ടുള്ള, അതായത് ഈ ഒരു 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലാണ് അതിനെ ഡബിൾ പാസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു 80 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു 48 മാർക്ക് കിട്ടുകയാണെങ്കിലാണ് അതിനാണ് ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടി. അതായത് നിങ്ങൾ ഒരു പിന്നീടുള്ള വർഷങ്ങളിൽ പരീക്ഷ എഴുതുന്ന സമയത്ത്, അതായത് ഇപ്പോൾ +1 ഈ ഒരു രീതിയിൽ 36 48 കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പിന്നീട് +2 പരീക്ഷ എഴുതി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ ജയിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡബിൾ പാസ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ എനിക്ക് +1 ഈ ഒരു 20 മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബാക്കി മാത്രമേ +2 വാങ്ങിക്കേണ്ടതുള്ളൂ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ 36 അതിൽ നിന്നും 20 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 16 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മാർക്ക് വാങ്ങിച്ചാൽ +2 ജയിക്കുമോ എന്നുള്ളതാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ +2 ജയിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണോ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ജസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാർക്ക് വാങ്ങിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടൊക്കെ കഴിഞ്ഞ് പിന്നീട് മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ നോക്കുന്ന സമയത്ത് പിന്നീട് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് +1 ഡബിൾ പാസ് ഉണ്ടായാലും അല്ലെങ്കിൽ ഡബിൾ പാസിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ കൂടി വിദ്യാർത്ഥികൾ +2 പരീക്ഷയിൽ കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി നാളെയുള്ള ഈ ഒരു പാർട്ട് 2 ലാംഗ്വേജസ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ +2 തോൽക്കുമ്പോൾ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇതും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരു പരീക്ഷ ടഫാണെന്ന് വിചാരിച്ച് പിന്നീട് അടുത്ത പരീക്ഷകൾക്കൊന്നും നന്നായിട്ട് പഠിക്കാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് ഓരോ പരീക്ഷകൾക്കും പഠിച്ച് നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.